വിശദമായ വാർത്തകളിലേക്ക് നോക്കുമ്പോഴേക്കും നിയമസഭയിലെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പുറത്ത് ആണ് ശബരിമലയിലെ കട്ടിള പാളിയും പാലക ശില്പവും അടക്കം വിറ്റ് പണമടിച്ചവർ ഇന്ന് സ്വൈരവികാരം നടത്തുകയാണ്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. സാർ, ജയില് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്താണ്. സാർ, അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കും. കെ ബാബു തന്നെയാണ് സംസാരിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഭയിൽ ശബരിമല വിഷയം ഉന്നയിക്കുകയായിരുന്നു കെ ബാബു. സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സഭാ നടപടികളിൽ നിന്നും പിന്മാറാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. 18 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭ വീണ്ടും ചേർന്നത്. അപ്പോൾ തന്നെ തുടക്കം തന്നെ ചികിത്സാ പിഴവ് ഉന്നയിക്കും, ശബരിമല വിഷയവും ഉന്നയിക്കാനുള്ള സാധ്യത പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും കെ ബാബു ശക്തമായി തന്നെ ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികളിൽ നിന്നും മാറി നിൽക്കുകയാണ് പ്രതിപക്ഷമെന്ന് സ്പീക്കറിനെ അറിയിക്കുന്നു. സഭയിൽ നിന്നും വാക്കൗട്ട് നടത്താനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്നുള്ളത് വേണം കണക്കാക്കാൻ. പ്രധാനമായും സഭ ഇന്ന് 18 ദിവസങ്ങൾക്ക് ശേഷം ചേരുമ്പോൾ തന്നെ ഇതുപോലുള്ള നടപടികൾ വീണ്ടും സഭയിലേക്ക് പോവുകയാണ്. വ്യക്തമാണ്, തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയില് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേരുന്നുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളും ഇന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ സാർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ
ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയി എന്നാണ് വാർത്ത. ആസാമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയിരിക്കുന്നു. സാർ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDFിലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവരിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDFിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDFുകാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം സാർ, അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളം അറിയാൻ വേണ്ടി പറയാണ് സാർ, ഇന്ന് പ്രധാനപ്പെട്ട 5 ബില്ലുകൾ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സാർ, ഓടിയിടുന്നത് കറക്റ്റാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ ആക്ടിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJPയെ സഹായിക്കാനാണ് സാർ. ഇത് ശരിയല്ലാത്ത കാര്യമാണ് സാർ. ആക്ടിവിറ്റി കാർഡ് ബില്ല് അവതരിപ്പിക്കുന്ന, കേരളീയ അഭിമാനം കൊള്ളുന്ന ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം എന്തിനാണ് സാർ ഈ തർക്കം? BJPയെ സഹായിക്കാനാണ് സാർ. ചോദ്യം നമ്പർ 181 ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 182 ശ്രീ റോജി M. ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 183 ശ്രീ അൻവർ സാദത്ത്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 184 ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് അവരവിടെ ഇരുന്നോട്ടെ. പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങളോട് ഇരിക്ക്. ക്വസ്റ്റ്യൻ അവിടെ നടക്കട്ടെ. പ്ലീസ്. കേന്ദ്ര ഊർജ്ജ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജകാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമത ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക് ലഭിച്ചു.
23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു. 2018, 2022 എന്നീ വർഷങ്ങളിൽ കേരള ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നീതി ആയോഗിന്റെ 22 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി